PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ 200 ഡേ ചലഞ്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്യുന്നുണ്ട്. ആദ്യം കിട്ടിയിരുന്ന സപ്പോർട്ട് ഇപ്പൊ കിട്ടുന്നില്ല. നിങ്ങൾ ആരും വീഡിയോസ് കാണുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആരും തന്നെ കാണാതെ നമ്മൾ എത്രയും എഫേർട്ട് എടുത്ത് ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസം ഓരോ ടോപ്പിക് സെലക്ട് ചെയ്ത് അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ആരും ഇപ്പം ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ടും കാര്യമില്ലല്ലോ. നൂറുകൂട്ടം ജോലികളുടെ ഇടയിലാണ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമില്ലെങ്കിൽ ആരും കാണുന്നില്ലെങ്കിൽ നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും കാണാൻ ഉറപ്പായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 200 ഡേ ചലഞ്ചിൽ ഒരുപാട് ടോപ്പിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം 71ാമത്തെ വീഡിയോ ആണ് ഈ ഒരു ചെയ്യുന്നത്. 71 വീഡിയോയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകളാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് കമന്റ് ചെയ്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെല്ലാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മറക്കണ്ട കേട്ടോ. അപ്പോൾ പൊതുവിജ്ഞാനം നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുണ്ട്. പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയി. അതുപോലെ കേരള ഭരണവും ഭരണ സംവിധാനവും കംപ്ലീറ്റ് ആക്കി. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യവും ഭൗതിക ശാസ്ത്രമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും ഒക്കെ ടോപ്പിക് നമ്മൾ നോക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന 7ാമത്തെ ടോപ്പിക്കായിട്ടുള്ള താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്ന 7ാമത്തെ ടോപ്പിക്കാണ്. 7ാമത്തെ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ ഫിസിക്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാം താപവും താപനിലയും. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് എന്തെന്ന് വിളിക്കുന്നത്? താപം എന്ന് വിളിക്കുന്നത്. അപ്പൊ താപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? തെർമോഡൈനാമിക്സ്. എന്ത് അറിയപ്പെടുന്നു? തെർമോഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. താപം ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ ആണ്. അപ്പൊ ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത്. താപം അളക്കുന്ന SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് താപം അളക്കുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് കലോറിയാണ്. അപ്പൊ താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഏത്? കലോറി എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? അത് താപമാണെന്ന് ഓർക്കുക. താപത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് വിളിക്കുന്നു? ഇപ്പൊ തന്നെ പഠിച്ചേ, തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നു. താപം ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ ആണ്. താപം അളക്കുന്ന SI യൂണിറ്റ് ജൂൾ ആണ്. താപം അളക്ക ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് കലോറി ആണെന്ന് കൂടി ഓർക്കുക. ഏതൊരു പദാർത്ഥത്തെയും ചൂടാക്കുമ്പോൾ അതിലെ തന്മാത്രകളുടെ ചലനം വേഗം വർദ്ധിക്കുന്നു. ഒരു പദാർത്ഥത്തിൽ തന്മാത്രയുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? താപനിലയാണ്. അപ്പൊ ഏതൊരു പദാർത്ഥത്തിന്റെയും ചൂടാക്കുമ്പോൾ അതിന്റെ തന്മാത്രകളുടെ ചലനം വേഗത്തിൽ വർദ്ധിക്കുകയും ഒരു പദാർത്ഥ തന്മാത്രയുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യ എന്ന് പറയുന്നത് താപനിലയുമാകുന്നു. ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ് എന്ന് പറയുന്നത് എന്താണ്? താപനിലയാണ്. ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ് എന്താണ്? താപനില അല്ലെങ്കിൽ ഊഷ്മാവാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിനും ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം താപനിലകളിലെ വ്യത്യാസമാണ്. അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്താണ് താപോർജ്ജം ഒഴുകുന്നതിന് കാരണം എന്താ? താപനിലകളിലെ വ്യത്യാസമാണ്. സാധാരണ ഈ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ എന്താണ് അളക്കാൻ ഉപയോഗിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ? എന്താ അത്? കെൽവിൻ ആണ് താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ തന്മാത്രയുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില എന്ത് സംഭവിക്കുന്നു? വസ്തുവിന്റെ താപനില വർദ്ധിക്കുന്നു. അപ്പൊ ഏതൊരു പദാർത്ഥത്തെയും ചൂടാക്കുമ്പോൾ അതിന്റെ തന്മാത്രകളുടെ ചലന വേഗം വർദ്ധിക്കുകയും ഒരു പദാർത്ഥത്തിലെ തന്മാത്രയുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? താപനിലയാണ്. ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ് താപനിലയാണ്. ഒരിടത്ത് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം താപനിലകളിലെ വ്യത്യാസമാണ്. സാധാരണ താപനില അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞ എന്താ? അത് കെൽവിൻ ആണ്. ഒരു വസ്തുവിൽ തന്മാത്രയുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനിലയിൽ എന്ത് സംഭവിക്കുന്നു? വസ്തുവിന്റെ താപനില വർദ്ധിക്കുന്നു എന്ന് ഓർക്കുക. താപനിലയുടെ യൂണിറ്റുകൾ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവയാണ്. അപ്പൊ താപനിലയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാ? സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40 ഡിഗ്രി. അപ്പൊ സെൽഷ്യസ് സ്കെയിലും
ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് എത്രയാ? -40 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാ? 574.25 ആണെന്ന് ഓർക്കുക. ഇനി സ്കെയിലുകളും ഐസ് ഉരുകുന്ന ഊഷ്മാവ്, ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്, ശരീര ഊഷ്മാവ് ഒന്ന് ഓർത്തിരിക്കുക. അത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ടേബിൾ ഒന്ന് നിങ്ങൾ കാണാതെ ഒന്ന് പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആ സ്കെയിലില് ഡിഗ്രി സെൽഷ്യസ് ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രിയാണ്. ഡിഗ്രി സെൽഷ്യസ് പറയുമ്പോൾ ഐസ് ഉരുകുന്നത് 0 ഡിഗ്രിയാണ്. അപ്പൊ ഫാരൻഹീറ്റിലാണ് പറയുന്നതെങ്കിൽ ഐസ് ഉരുകുന്നത് 32 ഫാരൻഹീറ്റിലായിരിക്കും. കെൽവിനിലാണ് പറയുന്നതെങ്കിൽ 273.15 കെൽവിനാണ് ഐസ് ഉരുകുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത്. ഇനി ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് 212 ഫാരൻഹീറ്റും കെൽവിൻ 373.15 കെൽവിനുമാണ്. ഇനി ശരീര ഊഷ്മാവോ 37 ഡിഗ്രിയാണ് ഡിഗ്രി സെൽഷ്യസില്, ഫാരൻഹീറ്റിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ ആണെങ്കിൽ 310.15 ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോ പറ്റുന്നവരൊക്കെ ടേബിൾ കാണാണ്ട് പഠിക്കുക. കാരണം ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ടേബിളിൽ. ഇപ്പോൾ ഐസ് ഉരുകുന്ന ഊഷ്മാവ് ഫാരൻഹീറ്റിൽ എത്രയാണ്, അല്ലെങ്കിൽ കെൽവിനിൽ എത്രയാണ്, ജലം തിളയ്ക്കുന്നത് ഫാരൻഹീറ്റിൽ എത്രയാണെന്നൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഉപകരണങ്ങളും ഉപയോഗവും ഒന്ന് നോക്കാം കേട്ടോ. ഗ്രാവിമീറ്റർ എന്താ? ഭൂഗുരുത്വം അളക്കാനാണ് ഗ്രാവിമീറ്റർ ഉപയോഗിക്കുന്നത്. അൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് വിമാനത്തെ ഉയരം അളക്കാനുള്ള ഉപകരണം. ഇനി പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപകരണമാണ് പൈറോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ടാക്കോമീറ്റർ വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രോഫോൺ ജലത്തിനടിയിൽ ശബ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഫാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിന് ഉപകരണം. വിൻഡ് വെയിൻ കാറ്റിന്റെ ഗതി അറിയാൻ ഉപയോഗിക്കുന്നു. മരിനേഴ്സ് കോമ്പസ് ദിശ മാറിയൽ നാവികർ ഉപയോഗിക്കുന്നു. റെയിൻ ഗേജ് മഴയുടെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അനിമോമീറ്റർ കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കുന്ന ഉപകരണം. പെരിസ്കോപ്പ് അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് ജലോപരിതല കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഉപകരണമാണ്. ഇംബിലിയോസ്കോപ്പ് ദ്രാവകങ്ങളുടെ തിളനില അളക്കാൻ ഉപയോഗിക്കുന്നു. നെഫ്സോസ്കോപ്പ് മേഘങ്ങളുടെയും വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്നു. ഓമീറ്റർ വൈദ്യുതി പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ക്രിസ്കോപ്പ് ചെടികളുടെ വളർച്ചയെ രേഖപ്പെടുത്തുന്നു. സിസ്മോമീറ്റർ ഭൂകമ്പ ചലനത്തെ രേഖപ്പെടുത്തുന്നു. അതുപോലെ ക്യുമൊട്ടേറ്റർ വൈദ്യുതി ദിശ മാറ്റുന്നു. റിയസ്റ്റേറ്റ് ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് മാറ്റം വരുത്തൽ. അമീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കൽ. ട്രാൻസ്ഫോമർ AC വോൾട്ടത ഉയർത്തുകയോ താഴ്ത്തുകയോ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. അപ്പൊ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമെങ്കിലും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോ ഹൈഗ്രോമീറ്റർ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത്. പഠിക്കാൻ പറ്റുന്നവരെല്ലാം പഠിച്ചു വെക്കുക. എന്നാലും എത്രയും പഠിക്കാൻ പറ്റില്ല എന്നുള്ളവര് ഞാൻ പറയുന്ന കാര്യങ്ങളെങ്കിലും ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന് വിൻഡ് വെയിൻ ചോദിച്ചിട്ടുണ്ട്. കാറ്റിന്റെ ഗതി അറിയാൻ ഉപയോഗിക്കുന്നു. മറ്റൊന്ന് അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ ഒക്കെ എപ്പോഴും തന്നെ ചോദിക്കാറുള്ളതാണ്. കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മറ്റും ചോദിച്ചുള്ളത് കണ്ടിട്ടുള്ളത് സിസ്മോമീറ്റർ ആണ്. സിസ്മോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ഭൂകമ്പ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ്. അതുപോലെ അമീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ. ട്രാൻസ്ഫോമർ AC വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ. ഇത്രയും അപ്പൊ എന്തൊക്കെ ഓർത്തിന്? അമീറ്റർ, ട്രാൻസ്ഫോമർ, അതുപോലെ സിസ്മോമീറ്റർ, പിന്നെന്താണ് അനിമോമീറ്റർ, അതുപോലെ വിൻഡ് വെയിൻ, ഹൈഡ്രോഫോൺ ഒന്നും കൂടെ ഓർത്തിരുന്നേരം കേട്ടോ. ഹൈഡ്രോഫോൺ, അതുപോലെ ഹൈഗ്രോമീറ്റർ. ഇത്രയുമാണ് സാധാരണ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടുള്ളൂ. അതെങ്കിലും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദ്രവണാങ്കം എന്ന് വിളിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ അലിപ്പിക്കാനുള്ള നിശ്ചിത താപനില എന്താണ്? ദ്രവണാങ്കം എന്ന് വിളിക്കുന്നു. ഖരവസ്തുവിലുള്ള ജലം എന്താണ്? ഊഷ്മാവ് 0 ഡിഗ്രിനേക്കാൾ താഴെയായിരിക്കും. ഐസിനെ അപേക്ഷിച്ച് കറിയുപ്പിന്റെ ഊഷ്മാവ് കൂടുതലായതിനാൽ കറിയുപ്പ് ഐസിലേക്ക് ചേർക്കുമ്പോൾ ഐസ് കൂടുതലായി താപത്തെ വലിച്ചെടുക്കുകയും ഊഷ്മാവ് 0 ഡിഗ്രിയിലേക്ക് വേഗം എത്തിക്കുകയും ഐസ് ഉരുകുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഐസിലേക്ക് കുറച്ച് കറിയുപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഐസ് ഉരുകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഫ്രീസറിലൊക്കെ മീൻ എന്താ ചിക്കനൊക്കെ എടുത്തു വെച്ചിട്ട് അത് ഫ്രീസ് ചെയ്തിരിക്കുമ്പോൾ എന്താ പുറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കില്ലേ? അപ്പൊ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയണമെന്നില്ല. അപ്പൊ അതിന്റെ മുകളിലേക്ക് കുറച്ച് പൊടിയുപ്പ് വിതറിയിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ കട്ട പിടിച്ചേക്കുന്ന ഐസ് പോയി കിട്ടും. അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ? അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന? ഐസിനെ അപേക്ഷിച്ച് കറിയുപ്പിന്റെ ഊഷ്മാവ് കൂടുതലായതിനാൽ കറിയുപ്പ് ഐസിലേക്ക് ചേർക്കുമ്പോൾ ഐസ് കൂടുതലായി താപത്തെ വലിച്ചെടുക്കുകയും
ഊഷ്മാവ് 0 ഡിഗ്രിയിലേക്ക് വേഗം എത്തിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐസ് ഉരുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഐസ് ഉരുക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. എത്രയാ? 32 ഫാരൻഹീറ്റ് ആണ് അല്ലെ. ജലം ഐസ് ആകുന്ന താപനില 0 ഡിഗ്രിയാണ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാ? 100 ഡിഗ്രിയാണ്. 212 ഫാരൻഹീറ്റ് ആണെന്ന് കൂടി ഓർക്കുക. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകാൻ കാരണം എന്താണ്? ലീനതാപമാണ്. അപ്പൊ നമ്മുടെ കയ്യില് തിളച്ച് വെള്ളം ചാടി പൊള്ളുന്നതിനേക്കാൾ എന്തൊരു സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് അടുപ്പത്തുനിന്ന് ഊറ്റിയെടുക്കുമ്പോൾ അതിന്റെ ആ നീരാവി കൊണ്ടു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് പൊള്ളും. കാരണം എന്താ? ലീനതാപമാണ്. 1 കിലോഗ്രാം കരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനില വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് അതിന്റെ എന്തെന്ന് വിളിക്കുന്നത്? ദ്രവീകരണ ലീന താപം എന്ന് വിളിക്കുന്നത്. അപ്പൊ 1 കിലോഗ്രാം കരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെ ദ്രവീകരണ ലീന താപം എന്ന് വിളിക്കുന്നു. 0 ഡിഗ്രിയിലുള്ള ഐസിന്റെ ദ്രവീകരണ ലീന താപം എത്രയാ? 80 ആണെന്ന് ഓർക്കുക കേട്ടോ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പീയമായി തീർന്ന നിശ്ചിത താപനിലയെ തിളനില എന്ന് വിളിക്കുന്നു. അപ്പൊ സാധാരണ അന്തരീക്ഷത്തിലെ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീർന്ന നിശ്ചിത താപനില എന്തെന്ന് വിളിക്കുന്നു? തിളനില എന്ന് വിളിക്കുന്നു എന്ന് ഓർക്കുക. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന താപ പ്രക്ഷേപണമാണ്. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതിന് എന്തെന്ന് വിളിക്കുന്നു? താപ പ്രക്ഷേപണം എന്ന് വിളിക്കുന്നു. താപ പ്രക്ഷേപണം നടക്കുന്നത് 3 രീതികളാണ്. എങ്ങനെയൊക്കെ? ചാലനം, സംവഹനം, വികിരണം. അപ്പോ താപം 3 രീതിയിൽ പ്രക്ഷേപണം നടക്കുന്നുണ്ട്. എന്തൊക്കെയാ? ചാലനം, സംവഹനം, വികിരണം. ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുജാലകങ്ങൾ. അപ്പൊ സുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങൾ എന്ന് വിളിക്കുന്നു. സുജാലകങ്ങൾക്ക് ഉദാഹരണം ലോഹമാണ് സുജാലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുജാലകങ്ങൾ. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത് പറയുന്നത്? കുജാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. കുജാലകങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ തടി, പേപ്പർ, ബേക്ക് ലൈറ്റ് ഒക്കെ എന്തൊരു ഉദാഹരണമാണ്? കുജാലകങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ താപപ്രക്ഷേപണം ചെയ്യുന്ന 3 രീതികൾ ചാലനം, സംവഹനം, വികിരണമാണ്. ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കൾ സുജാലകങ്ങൾ എന്നും, സുജാലകങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ അതേതാ? ലോഹങ്ങളാണ്. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുജാലകങ്ങൾ. കുജാലകങ്ങൾക്ക് ഉദാഹരണോ? അതായത് എന്താ? ഇവ താപം കടത്തിവിടുന്നില്ല. തടിയോ പേപ്പറോ ബേക്ക്ലൈറ്റോ തുടങ്ങിയവയൊന്നും എന്ത് ചെയ്യുന്നില്ല? താപത്തെ കടത്തിവിടുന്നില്ല. പക്ഷെ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? താപത്തെ ആഗിരണം ചെയ്യുകയും അവയെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇനി തന്മാത്രയുടെ സഞ്ചാരമില്ലാതെ അവയുടെ കപനം മൂലം താപം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന രീതിയാണ് ഇത് ചാലനം എന്ന് പറയുന്നത്. അപ്പൊ തന്മാത്രകളൊന്നും ചലിക്കുന്നില്ല. തന്മാത്രകളൊക്കെ അടുത്തടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ കപനം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചാലനം എന്ന് വിളിക്കുന്നത്. ഖരപദാർത്ഥങ്ങളിലാണ് താപ പ്രക്ഷേപണം എന്തുവഴി നടക്കുന്നത്? ചാലനം വഴി നടക്കുന്നത്. ഇനി തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യുന്നതാണെങ്കിൽ അതിനെ സംവഹനം എന്ന് വിളിക്കുന്നു. അപ്പോ മറ്റൊടത്ത് എങ്ങനെയാ? ചാലനത്തില് തന്മാത്രകൾക്ക് സഞ്ചാരമില്ലാതെ തന്മാത്രകൾ അതേ രീതി കോൺസെൻട്രേറ്റ് നിന്നുകൊണ്ട് അത് സഞ്ചരിക്കുന്നില്ല തന്മാത്രകൾ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് ചാലനമാണ്. ഇത് തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേനയാണ് എന്ത് സംഭവിക്കുന്നത്? താപം പ്രക്ഷേപണം ചെയ്തതെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? സംവഹനം എന്ന് വിളിക്കുന്നു. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപപ്രക്ഷേപണം എന്തുകൊണ്ടാ? ചാലനം വഴിയാ. കാരണം ദ്രാവകത്തിലും വാതകത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? തന്മാത്രകൾ ചലിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഖരവസ്തുക്കളിൽ തന്മാത്രകൾ ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ചാലനം എന്ന് പറയുന്നത് എങ്ങനെയാ? അത് കപനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഒരു പദാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നടക്കുന്നതെന്ന് ഓർക്കുക. പക്ഷെ ഈ ഒരു സംവഹനത്തിലാണ് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നത് സംവഹനമാണ്. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ താപപ്രക്ഷേപണ രീതി സംവഹനമാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? താപപ്രക്ഷേപണം നടക്കുന്നത് സംവഹനത്തിലൂടെയാണെന്ന് ഓർക്കുക. ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപപ്രക്ഷേപണം ചെയ്യാൻ മാധ്യമം ആവശ്യമാണ്. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപപ്രക്ഷേപണം നടക്കുന്ന രീതി വികിരണമാണ് അല്ലെ. ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപപ്രക്ഷേപണം ചെയ്യുന്ന ഒരു മാധ്യമം ആവശ്യമാണ്. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെയാണ് താപപ്രക്ഷേപണം ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വികിരണം എന്നറിയപ്പെടുന്നു. സൂര്യൻ നിന്നുള്ള താപം ഭൂമിയിലെത്താൻ വികിരണമാണ്. സൂര്യന് താപം എങ്ങനെ ഭൂമിയിലെത്തുന്നത്? വികിരണം വഴിയാണ് ഭൂമിയിലെത്തുന്നത്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ്? വികിരണമാണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. വികിരണം വഴി താപം പ്രസരണം ചെയ്യുമ്പോൾ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നു.
ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്ന ഒക്കെ എന്താ, വികിരണം വഴിയാണെന്ന് ഓർക്കുക. അപ്പൊ ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ഒരു മാധ്യമം ആവശ്യമാണ്. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്തു. ഇപ്പൊ സൂര്യനിൽ നിന്ന് എന്താ ഭൂമിയിലേക്ക് വെളിച്ചം വരുന്നുണ്ട് അല്ലെ, എന്താണ് അത്, എന്തെങ്കിലും മാധ്യമം ഉണ്ടോ? ഇല്ല. ആ മാധ്യമം ഇല്ലാതെയാണ് ആ വെളിച്ചം വരുന്നത് അല്ലെ. അപ്പോ താപം, വെളിച്ചം വരിക എന്ന് വെച്ചാൽ താപം വരിക. അപ്പൊ ഇങ്ങനെ വരുന്നത് എന്താണ്, ഒരു മാധ്യമത്തിന്റെ ആവശ്യം. വികിരണത്തിന് എന്തില്ല, ഒരു മാധ്യമവും ആവശ്യമില്ല എന്നുകൂടി ഓർക്കുക. ഇനി ഒരു പദാർത്ഥത്തിന്റെ താപനില എന്താണ്, 1K വർദ്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള താപം പദാർത്ഥത്തിന്റെ താപധാരിത എന്ന് പറയും. താപധാരിയുടെ യൂണിറ്റ് ഏതാ, ജൂൾ അല്ലെങ്കിൽ കെൽവിൻ ആണ്. 1 കിലോഗ്രാം മാസുള്ള പദാർത്ഥത്തിന്റെ താപനില 1K ഉയർത്താനുള്ള താപം എന്താ, വിശിഷ്ട താപധാരിത. അപ്പൊ വിശിഷ്ട താപധാരിതയുടെ ഇക്വേഷൻ എന്താ, നൽകിയ താപത്തിന്റെ അളവ് മാസ് ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു താപനില വർധനവാണ് കേട്ടോ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടേ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ജലത്തിനും വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജനുമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാ, ജലവും. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജനുമാണെന്ന് ഓർക്കുക. വിശിഷ്ട താപധാരിയുടെ യൂണിറ്റ് എന്താ, ജൂൾ പെർ കിലോഗ്രാം ഓർ കെൽവിൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഊഷ്മാവ് അളക്കുന്നതിന് ഉപകരണം ഏതാ, തെർമോമീറ്റർ ആണ്. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്, തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ, ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറോട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു വസ്തുവിന്റെ താപനിലയും ബന്ധപ്പെട്ട് ചില പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതെല്ലാം? ഒരു വസ്തുവിലെ തന്മാത്രയുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. ശരിയാണോ? തെറ്റാണ്. ഒരു വസ്തുവിന്റെ തന്മാത്രയുടെ ശരാശരി ഗതികോർജ അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. ശരിയാണ്. താപനില SI യൂണിറ്റ് ജൂൾ ആണ്. തെറ്റാണ്. താപനിലയുടെ വ്യത്യസ്ത മൂലമാണ് ഒരിടത്ത് മറ്റൊരിടത്തേക്ക് താപോർജ്ജം നൽകുന്നത്, ഒഴുകുന്നത്. ശരിയാണോ? ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. സോറി, 2ഉം 4ഉമാണ് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാസ്കൽ ആണ് അല്ലെ. സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഒക്കെ എന്താ, ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ്. പാസ്കൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ല. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താ? ഊഷ്മാവാണ് തെർമോമീറ്റർ അളക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യം, അവസ്ഥാമാറ്റം സംഭവിക്കുന്ന യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന്റെ ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ലീനതാപം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ലീനതാപം. കരക്കാറ്റും കടൽക്കാറ്റും കാരണമായ താപപ്രക്ഷേപണം നമ്മൾ പറഞ്ഞല്ലേ, കരക്കാറ്റും കടൽക്കാറ്റുമായിട്ടുള്ള താപപ്രക്ഷേപണം ഏതാ? സംവഹനമാണ്. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണം താപപ്രക്രിയ ഏതാ? അതും എന്ത് തന്നെയാണ്? സംവഹനം തന്നെയാണ്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന എന്ത് നമ്മൾ പറഞ്ഞിരുന്നു? സംവഹനം എന്ന് പറഞ്ഞിരുന്നു. തന്മാത്രയുടെ സ്ഥാനമാറ്റം ഇല്ലാതെ തന്നെ താപം പ്രക്ഷേപണം ചെയ്യുവാണെങ്കിൽ അത് ചാലനമാണ്. ഒരു മാധ്യമം ആവശ്യമില്ലാതെ ഏതാണ്? അത് വികിരണമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മാധ്യമമില്ലാതെ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതി. മാധ്യമത്തിന് സഹായമില്ല, സൂര്യൻ നിന്ന് താപം ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാ? വികിരണം വഴിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതിയാണ് ഏത്? വികിരണം എന്ന് പറയുന്നത്. മാധ്യമത്തിന് സഹായം പ്രസരണ രീതിയാണ് ഏത്? വികിരണം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇനി വികിരണം വഴിയുള്ള താപപ്രക്ഷേപണം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപപ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ശരിയാണോ? തെറ്റാണ്. തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. തെറ്റാണ്. മാധ്യമത്തിൽ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പൊ പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് അല്ലെ. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിന് ഉദാഹരണമാണ്? ഏതാണ്? വികിരണമാണ് അല്ലെ, വികിരണം. അടുത്തത്, മാധ്യമത്തിൽ സഹായമില്ലാതെ താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി. മാധ്യമത്തിന്റെ സഹായമില്ലാതെ ഏതാ? വികിരണമാണ് അല്ലെ. ചുവടെ ചേർക്കുന്ന മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രക്ഷേപണം ഏതാ? അതും എന്ത് തന്നെയാണ്? ചോദ്യത്തിന് ഉത്തരം വികിരണം തന്നെയാണ്. യൂണിറ്റ് മാസ് ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്ന ആവശ്യമായ താപത്തിന്റെ അളവ് ഏതാ? അത് നമ്മൾ എന്ത് വിളിക്കുന്നു? വിശിഷ്ട താപധാരിത എന്ന് വിളിക്കുന്നു. വിശിഷ്ട താപധാരിത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത് തെരഞ്ഞെടുക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്? ജലമാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ
നമ്മൾ താപവും താപനിലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ പോയിന്റുകളും തന്നെ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.